എടി റിയാലിറ്റി ഷോയാ? എന്താ നിന്റെ പുതിയ ചാനലാ? ആ അല്ല, സംഭവം അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും. എടി എനിക്ക് നീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവില്ലോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതാണ് പ്രശ്നം. അച്ഛന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അമ്മ എന്തായാലും ഞാൻ സംസാരിച്ചു നോക്കാം. വലിയ ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. താനെവിടാ? അത് ശരി, ഇനി എന്നാ കൊച്ചിക്ക് തന്നെ? ആ ഓക്കെ, അപ്പൊ വരുമ്പോ വിളിക്ക്, ഞാൻ ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴാണല്ലോ വിളിക്കുള്ളൂ. നിന്നെയൊക്കെ എപ്പോഴാണ് ഞാൻ കണ്ടേ? കോളേജിൽ ലാസ്റ്റ് ടൈമിലാ? എന്നാ വരുമ്പോ പറ. ശരി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കാം. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതേപോലെ ആയിരിക്കും. ശരി, ഓക്കെ. റിയാലിറ്റി ഷോ നല്ലായിരിക്കുമല്ലേ? വേറൊരു ലെവല് തരമായിരിക്കും. എന്ത് ഒറ്റയ്ക്കിന് സംസാരിക്കണേ? പോയല്ല? എന്ത് പോയല്ലാന്ന്? അല്ല ഒന്നുമില്ല. എന്താണ് ഒറ്റയ്ക്കിന് സംസാരിച്ചെന്ന് പറഞ്ഞു? എടാ, ഒരു കോൾ ഒത്തിട്ടുണ്ട്. മഴക്കോളാ? ഇവനാണ് ഈ ചളിയൊക്കെ പഠിപ്പിച്ചു തന്നെ. പെണ്ണേ ഉമ്മ എനിക്കൂടെ പേര് ദോഷം കേൾപ്പിക്കാനുണ്ട്. കാര്യം പറയാൻ തരേ? എടാ, ഒരു റിയാലിറ്റി ഷോ എന്റെ ഫ്രണ്ടിന്റെ ആണ്. അവള് പുതിയ ചാനലിലേക്ക് കേറി. അപ്പം അതില് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഡാൻസും പാട്ടും വല്ലതാണോ? ഡാൻസും പാട്ടൊന്നും അല്ല, ഇതെന്തൊരു വെറൈറ്റി പരിപാടിയാണ്. ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചവരെ വെച്ചിട്ട് ഒരു റിയാലിറ്റി ഷോ. ഓ എന്നാ ഞാൻ റെഡി. ഞാൻ ശ്രീയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതിന് ശ്രീനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് എന്ത് കാര്യം? എന്ത് അവർക്ക് വേണ്ടത് അച്ഛനെയും അമ്മേനെയാണ്. ഈ 50 എന്ത് അച്ഛനും അമ്മേ? ആ, അതായത് ഈ പ്രായമുള്ളവരുണ്ടല്ലോ, 50+ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രണയ വിവാഹത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിയാലിറ്റി ഷോ പോകുന്നത്. കൂട്ടത്തിൽ ന്യൂ ജനറേഷൻ ആൾക്കാരുടെ ലൈഫ് അതും കാണിക്കുന്നുമുണ്ട്. കൊള്ളാല്ലേ? സംഭവമൊക്കെ പൊളിക്കും. എങ്ങാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്ടല്ലോ. പിന്നെ കേശവും ശിവയും പാറും ഒക്കെ കോളേജും സ്കൂളിലൊക്കെ അങ്ങോട്ട് സെലിബ്രിറ്റീസ് ആയിരിക്കും. പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ അവര് സമ്മതിക്കണ്ടേ? അച്ഛൻ വലിയ സീനൊന്നും ഉണ്ടാവില്ല, പക്ഷെ അമ്മ, അച്ഛനെ നമുക്ക് ചാക്കിടാം, പക്ഷെ അച്ഛനെ കൊണ്ട് നമ്മൾ അമ്മേനെ ചാക്കിടിപ്പിക്കേണ്ട വരും. ആ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചു തരുമ്പോഴത്തേക്കും കുട്ടുമാമൻ സമ്മതിക്കാതിരിക്കുമോ എന്നാണ് എന്റെ ഡൗട്ട്. ഷേ, അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ശ്രീയുടെ കാര്യം ഞാൻ ഇട്ട്. നിങ്ങൾ ചേച്ചിയും ചേട്ടനെയും ചാക്കിലാക്കാൻ നോക്കും. ഇപ്പൊ എവിടെ തുടങ്ങും? അച്ഛൻ ചാനലിന് പറഞ്ഞാൽ മതി, അച്ഛൻ അപ്പ വീഴും. പിന്നെ അമ്മ അച്ഛൻ അടിച്ചിട്ടുള്ളൂ. വെള്ളം കിട്ടി കൊള്ളായിരുന്നു വിചാരിച്ചതേ ഉള്ളൂ. അച്ഛൻ മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ അടുക്കളയിൽ കേട്ട്. ആണാ? എന്തോ കാര്യം സാധിക്കാനുള്ള? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പറ്റോ? അങ്ങനെ പറഞ്ഞു വിടല്ല അച്ഛാ. കേശവേ, ഓ ബാ, നമ്മള് സോപ്പിടാൻ വന്നാന്ന് അച്ഛൻ മനസ്സിലായി. എന്താണ്? എല്ലാരും വന്നല്ലോ, നീ പറയ്. അതച്ഛാ, അച്ഛന്റെ ഇപ്പോഴത്തെ ഈ ജോലിയും പിന്നെ നമ്മുടെ ഈ സ്റ്റാറ്റസും അതിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ നമുക്ക് വരുത്തണ്ടേ അച്ഛാ? സ്റ്റാറ്റസ് കൂട്ടാൻ? അത് എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടല്ലോ. ഞാനേ ശൂലംകുടി വീട്ടിലുള്ളതല്ലേ, അപ്പം എനിക്ക് സ്റ്റാറ്റസ് ഉണ്ട്. ആ അതൊക്കെ ശരിയാണ്, നമുക്ക് കുടുംബ മഹിമയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലല്ലോ. അച്ഛനിപ്പോ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അച്ഛാ, കുടുംബ മഹിമ നമുക്കുണ്ട്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അതെന്താണ്? അതായത് ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഈ സൈറ്റിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരോട് എന്താ പറയാ, ഞാൻ ബാലേന്ദ്രൻ തമ്പി അങ്ങനെയല്ലേ പറയാ. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ അച്ഛൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരും, നിങ്ങളല്ലേ ബാലേന്ദ്രൻ തമ്പി എന്നും ചോദിച്ചുകൊണ്ട്. അത് വേറെ ലെവലല്ലേ? അത് കൊള്ളാം. അപ്പൊ അത് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. എന്ത് ഐഡിയ ആണ്? അച്ഛാ, എൻ്റെ ഫ്രണ്ട് ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 50 വയസ്സിന് മുകളിലുള്ളവര് പ്രേമിച്ച് കല്യാണം കഴിച്ചവർക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ റിയാലിറ്റി ഷോയിലൊക്കെ. അപ്പോൾ അച്ഛൻ്റെയും അമ്മേനെയും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാവോ എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ. ആണോ? കൊള്ളാല്ലേ? അപ്പൊ നീലു അറിഞ്ഞോ? അച്ഛാ, അച്ഛന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അമ്മ സമ്മതിക്കൂല, അതാണ് പ്രശ്നം. എന്ത് ചെയ്യും?
അച്ഛനെങ്ങനെയെങ്കിലും അമ്മേനെ ഒന്ന് പറഞ്ഞ്. പറയാം, ഞാൻ നീലിനോട് പറഞ്ഞു നോക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്താ ലാഭം? നമ്മൾ വരുന്നുണ്ട്, അതാണ് ലാഭം. എനിക്ക് സ്കൂളിലൊന്ന് ഷൈൻ ചെയ്യണം. അച്ഛാ അമ്മ 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 ആ ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. എല്ലാരും കൂടെ കൂടി നിൽക്കാനുള്ള എന്തൊക്കെ ഒപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? എന്താണ് പറയൂ. അല്ല, ഇവര് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് അവർ പറയും. എന്ത് പ്രോഗ്രാം? അല്ല, ഒരു റിയാലിറ്റി ഷോയിലേ അച്ഛനും അമ്മയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം അച്ഛൻ ഓക്കെ പറഞ്ഞു. ഇപ്പം അച്ഛനും അമ്മയും കൂടി ഈ പ്രായത്തില് ടിവിയില് റിയാലിറ്റി ഷോ. അവർക്ക് ഈ പ്രായമാണ് വേണ്ടത്. നന്നായിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ല പിള്ളേരെ? വെറുതെ ഇരിക്കുമ്പോ ഓരോ ഐഡിയ ആയിട്ട് വന്നോളൂ. ചുമ്മാ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. അമ്മ നല്ല ഓപ്പർച്യൂണിറ്റി ആമപ്പ. നല്ല സംഭവം എന്നാ പറയുന്നത് അവര്. എന്താണ് സംഭവം? പറഞ്ഞേ. എന്ത് സംഭവമാണെങ്കിലും ഞാനില്ല, അത് ഇപ്പോഴേ പറഞ്ഞേക്കാം. അതെങ്ങനെ ശരിയാകും? ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങിയ ഒരു കുടുംബമായിട്ടാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ അല്ലാതെ വേറെ ഞാൻ ആരെ കൊണ്ടുപോകാൻ? ഞാൻ ഇല്ല കേട്ടാ. ഇത് ആരോണ്ടെന്ന ഐഡിയ ആണ്? അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നതാമ്മ. അവരുടെ ചാനലിലെ പുതിയ പരിപാടിയാ, പുതിയ ലോഞ്ച്, ഫസ്റ്റ് എപ്പിസോഡ്. എങ്ങാനും ചെയ്താണ്ടല്ലോ പൊളിക്കും നമ്മള്. ഞാനില്ല, എന്നെ കൊണ്ട് വയ്യ. ഈ വയസ്സാം കാലത്ത് ഇനി TV ഷോയിലൊക്കെ പോയി കിടന്ന് ചാട്. വേറെ പണിയൊന്നുമില്ലേ? നമ്മള് TV പോയാ എന്റെ സ്കൂളിൽ നല്ല വിലയായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് കോളേജിൽ നല്ല ഗുമ്മരി. അച്ഛനും അമ്മയും TV പോയിട്ട് കിടന്ന് ചാടുമ്പോൾ കിട്ടണ വിലയല്ല കുട്ടികൾക്ക് കോളേജിൽ സ്കൂളിൽ വേണ്ടത്. നന്നായി പഠിച്ച് മാർക്ക് മേടിക്കടാ, എന്നിട്ട് വില ഉണ്ടാക്ക്. ചായ വേണോ ആർക്കെങ്കിലും? അപ്പൊ ഒരു കടുപ്പത്തില് ചായ. ബലൂൺ വേണോ? ആവാം. ലിച്ചിന് വേണോ? പാറിന് പാല് തരാം കേട്ടാ. നിനക്ക് ഒന്നും തരാം. എൻ്റെ പകുതിയുടെ ആവാം. അതെ, ഒരു ഓപ്പർച്യൂണിറ്റി ഒത്തു വന്നിട്ടുണ്ട്. വെച്ചുകൊണ്ടുവന്നാണ്. ഇപ്പൊ എന്തോന്ന് ഓപ്പർച്യൂണിറ്റി? നമുക്ക് ബിസിനസിന്റെ കാര്യമൊക്കെ നോക്കി അങ്ങ് പോയാ പോരെ? അതല്ലെന്നേ, ഇത് വേറൊരു സംഭവം. പറ. സംഭവം എന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഷോ. നമ്മള് പോണ്. നമ്മളെന്ന് പറഞ്ഞ നമ്മളെന്ന് പറഞ്ഞാൽ ചേച്ചി ചേട്ടൻ പോവും, കൂടെ നമ്മളും പോവും. നമ്മള് വീട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റൂല. ഒന്നാമത് എനിക്ക് ചമ്മലാണ്. അയ്യ, ചുമ്മാ പറയല്ലേ ശ്രീ കഥ പറയാൻ തുടങ്ങിയ ഒരു എപ്പിസോഡിൽ തികയൂല. ഓ അങ്ങനെ എന്റെ കഥ കേൾക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ അവരൊന്ന് ഷൂട്ട് ചെയ്തോണ്ട് തരാനായിട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർ തരട്ടെ. എന്തോന്ന് ഞാൻ വല്ലതും പറയുവേ? അങ്ങനെയല്ല. ഇപ്പൊ ചേച്ചിയും ചേട്ടനും കൂടെ നമ്മൾ പോവാണെങ്കിൽ, ചേച്ചിയുടെ ചേട്ടൻ്റെ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ എനിക്ക് വേറൊരു ഉദ്ദേശം ഉണ്ട് അതിന്റെ പുറകെ. എന്താണ് പറ. അമ്മായി എന്തേ മണിവാളി എന്ത് പറ്റി? നമ്മുടെ ആ റിയാലിറ്റി ഷോയിലെ പോക്കുണ്ടല്ലോ, അത് അമ്മ മുളയിൽ അങ്ങോട്ട് നുള്ളിക്കളഞ്ഞു. നീലേ പറഞ്ഞ് ചേട്ടൻ ചേച്ചി പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന്. നമ്മളും തന്നെ വിചാരിച്ചത്. അച്ഛനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു പ്രശ്നമായി. അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു നടപടിയാവൂല. എനിക്കും താല്പര്യമൊന്നുമില്ല. അങ്ങനെയല്ല, നീ ആഗ്രഹിച്ചല്ലേ, അങ്ങനെ വരാം. ശ്രീ എന്നാ ഒരു ഹെൽപ്പ് ചെയ്യോ? ഡേ ചേട്ടൻ വരുമെന്ന് ഉറപ്പല്ലേ? അച്ഛന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ആ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ചേച്ചി പറഞ്ഞ് സമ്മതിപ്പിക്കുമ്പോൾ ശ്രീയും കൂടെ ഒന്ന് ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ചേച്ചി ഓക്കെ ആക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ചേച്ചി കേൾക്കൂ? ആര് പറഞ്ഞാലും അമ്മ കേൾക്കൂല. ആദ്യം ഒരു നോ പറഞ്ഞെങ്കിലും അച്ഛനിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അപ്പം ചേട്ടൻ ചേച്ചി പറഞ്ഞ് സമ്മതിപ്പിക്കുമ്പോ ശ്രീ കൂടെ വന്നാ പോരെ? നോക്കാം. എന്നാ പിന്നെ അമ്മയുടെ മൂഡ് നോക്കിയിട്ട് കാര്യമൊക്കെ അങ്ങ് പറയാല്ലേ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അവിടുത്തെ കാര്യം ഡീൽ ചെയ്തിട്ട് വരാം. ഓക്കെ. എന്തോന്ന് ഉദ്ദേശം ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഓ അതാ, ശ്രീക്ക് അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയൊക്കെ അറിയാലോ. ഇപ്പൊ നമ്മൾ റിയാലിറ്റി ഷോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എൻ്റെ വിഷമമൊക്കെ എനിക്ക് അവിടെ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനും അമ്മയും അത് കാണുമല്ലോ. മോളല്ലേ, മനസ്സലിയാതെ ഒന്നും ഇരിക്കൂല. അതായത് ഞാൻ പറഞ്ഞ. അച്ഛൻ്റെ അമ്മയുടെ കാര്യം ആയതുകൊണ്ട് നോക്കാം. ശരിക്കും? അപ്പം വാക്ക് മാറ്റി പറയൂലല്ലോ? എന്തിനു വാക്ക് മാറ്റി പറയണേ? ഓ നിനക്ക് ചായ വേണോ? ചായ ഒന്നും വേണ്ട. ഞാൻ കട്ടൻ ചായ എടുക്കട്ടെ? വേണ്ടെന്ന്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തിനായി? TV ഷോയ്ക്ക് പോണായിരുന്നു. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? അല്ല പിന്നെ
പിള്ളേർക്ക് ഈ ടി വി പോയി കിടന്ന് തുള്ളാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. നമ്മൾ ഈ വയസ്സങ്കാലത്ത് അതാണോ? വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആകെ വയസ്സായി നിങ്ങൾക്ക് ടി വിയിലൊക്കെ പോയിട്ട് 10 കാണട്ടെ അറിയിട്ട്. ഓ അങ്ങനെ അറിഞ്ഞിട്ടുള്ള കാര്യമൊന്നും വേണ്ട. ഇവിടെ അടങ്ങി ഒതുക്കി കല്ലെടുപ്പ് നിൽക്കാൻ നോക്ക്. ഫേമസ് ആണെന്ന് വിചാരിച്ചപ്പോ സമ്മതിക്കില്ല. നല്ല ഫേമസ് ആണല്ലോ. മുട്ടപാലു എന്താണ്, പിന്നെന്താണ്, തീപ്പെട്ടി പാലോ, തട്ടുകടപാലു, തയ്യക്കടപാലു. സാരമില്ല പാറക്കുട്ടാ, അമ്മയ്ക്ക് ഇപ്പൊ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിട്ടുകളാ. അമ്മ, ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞു എന്നെ ഉടനെ TV കാണാൻ പറ്റുമെന്ന്. ഞാനും കോളേജിലെ പിള്ളേരടുത്ത് മൊത്തം പറഞ്ഞു. അറിയാലോ കോളേജിലെ കാര്യം. ഇനി ഇതൊന്നും നടന്നില്ലെന്നും അല്ല അവന്മാർ അറിഞ്ഞ എന്നെ ട്രോളി കൊല്ലും അവന്മാര്. ഞാനാണെങ്കിൽ സൈറ്റിലെ രമേശ കണ്ടാക്കിന്റെ അടുത്തും പറഞ്ഞു, നാശിയുടെ അടുത്തും പറഞ്ഞു TV കാണാൻ പറ്റുമെന്ന്. ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ലച്ചുവാ? അല്ലമ്മ, ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്ത് ഈ പറഞ്ഞ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളാണെങ്കിൽ എന്നെ വിളിച്ചോണ്ടേ ഇരിക്കുവാണ്. ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക, അവർക്ക് നിങ്ങളെ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട്. ആണോ? നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വിളിച്ചു പറയുമ്പോ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവൾക്ക് കൂടെ താല്പര്യം ഉണ്ടെന്ന് അന്വേഷിക്കണ്ടായിരുന്നോ? അമ്മയായിപ്പോയില്ല. എന്തായാലും എനിക്ക് കൂടെ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയിപ്പോ രായപ്പ മേശയെടുത്ത് എന്തിനു പറയും? ഞാൻ ഇനി കോളേജിൽ എന്ത് പറയും? ഞാനിപ്പോ അവളോട് എന്താ പറയണ്ടേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ? ഒന്ന് സമ്മതിക്കമ്മ. പറ്റില്ല. നീയും ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാ? ആര്? അല്ല, ഈ മറ്റേ ടിവിയില് റിയാലിറ്റി ഷോയ്ക്ക് പോണെന്ന് അറിഞ്ഞാ? അറിഞ്ഞല്ലോ. നേരത്തെ അറിഞ്ഞല്ലേ? അല്ല ചേച്ചിയോടെ പോ, ചെല്ലേ. എനിക്ക് താല്പര്യം ഇല്ലാത്ത കാര്യത്തിൽ എനിക്ക് എങ്ങനെ പോവാൻ പറ്റണത്? ചെല്ലേ ചേച്ചി, പോയല്ലേ. ഗൗരി പറഞ്ഞോട്ടെ എന്താണ് സംഭവം. എന്താണ് ഗൗരിക്ക് എന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ പറയാൻ? ചേച്ചിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അവസ്ഥ അറിയാമല്ലോ. എനിക്കാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ കുറേ സംസാരിച്ചു നോക്കി, പക്ഷെ അവരൊന്നും കേൾക്കണില്ല. അപ്പം ഈ റിയാലിറ്റി ഷോയിൽ പോവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതൊക്കെ അവിടെ പറയാം. അങ്ങനെയെങ്കിലും അവർ ഒരുമിക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ചേച്ചി. ചേച്ചി നോ പറയല്ലോ പ്ലീസ്. പ്ലീസ് ചേച്ചി. ഞാൻ കാരണം ഗൗരിയുടെ അച്ഛനമ്മയും അവനെ ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കട്ടെ. താങ്ക് യു. അപ്പൊ അമ്മ സമ്മതിച്ച്? താങ്ക്സ് ഒന്നും വേണ്ട. ഞാൻ കാരണം ഒരു നല്ല കാര്യം നടക്കട്ടെ അല്ലേ ശ്രീകുട്ട? എല്ലാരും ഹാപ്പി ആയല്ലേ? ആ, ഹാപ്പി ഹാപ്പി ഹാപ്പി. ശ്രീ വാ. അമ്മ സമ്മതിച്ചിട്ട് അച്ഛനെന്താ അച്ഛൻ സന്തോഷമില്ലാത്ത? എന്തിനാ? ഞാൻ ഇല്ലേ ഇല്ലെന്നാ? ആന്താ? ശരിയാവില്ല. എന്ത് കഷ്ടമാ! ഒരാളെ സമ്മതിച്ചപ്പോഴത്തേക്കും മറ്റൊരാളും ഇടം തിരിഞ്ഞു നിൽക്കുന്ന. അമ്മ കളിക്കല്ലേ അച്ഛൻ, എന്തിനാ ചോറണേ? ഞാൻ വന്നാൽ ശരിയാവില്ല. അച്ഛനല്ല അച്ഛൻ നേരത്തെ ഓക്കെ എന്നൊക്കെ പറഞ്ഞേ. നീ എന്തോന്ന് വിഷമം? അല്ല, ഇതോടെ അച്ഛനും അമ്മയും ഒരുമിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. സന്തോഷിക്കല്ലേ ഉണ്ട്? സന്തോഷമുണ്ട്. ഒറ്റ ഇടി വെച്ചാണ് കളിയാ. നോക്കളിയാ പിന്നെയും വിഷമിച്ചിരിക്കും, എന്നിട്ട് ഇടകിച്ചിരിക്കും. എന്ത് ചിരിച്ചോണ്ടിരിക്കണേ? അവർക്ക് ഇപ്പോഴും സങ്കടമാണ്. സങ്കടോ? ഓ, ആ, ഇനിയിപ്പോ സങ്കടപ്പെട്ടോ. എന്തായാലും നമ്മുടെ മറ്റേ പരിപാടിയൊക്കെ മുടങ്ങിയല്ലോ. എന്ത്? എന്തെന്നാ ദേ ചോദിച്ചു നോക്ക്. അമ്മ സമ്മതിച്ചപ്പോഴത്തേക്ക് അച്ഛൻ വരുന്നില്ലെന്ന്. അന്തേട്ടാ, നമ്മളെ വയസ്സായ കാലത്ത് TV കയറി അഭിനയിക്കാൻ പോണ വേറെ പണിയില്ല. ചേട്ടാ ഇങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഓ, നേരത്തെ വരാന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ പറഞ്ഞു വരണല്ലോ. എന്തളിയാ ളിയാ, ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമല്ലേ? പോണ ഈ വയസ്സായ കാലത്ത് റിയാലിറ്റി ഷോ വേറെ പണിയില്ല, പിന്നെ കൊണ്ടൊന്നും പറ്റില്ല. ലച്ചുവേ, എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടട്ടാ. അതിന് പോകണ്ടേനെ. പിന്നെ ആര് പോകുന്നില്ലല്ലോ. പോണില്ലേ? അതെന്ത് പോകാത്ത? അമ്മയുടെ ഭർത്താവിന് വരാൻ താല്പര്യമില്ലെന്ന്. ഭർത്താവല്ലേ നേരത്തെ പറഞ്ഞത് പോവാന്ന്. നിങ്ങളെല്ലാം കൂടെ സന്തോഷമായിട്ട് പോയിട്ട് വരി, അവിടെ ഇരിക്കാം. ഇതെന്ത് പരിപാടിയാണിത്? നിങ്ങളല്ലേ എൻ്റെ അടുത്ത് വന്നിട്ട് നേരത്തെ പറഞ്ഞത്
നിർബന്ധിച്ചത് പോവാന്ന്? ഇപ്പൊ കാര്യം അറിയാം പെട്ടെന്ന്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ പറയട്ടാ, നേരത്തെ ബാലു കുറേ നിർബന്ധിച്ച് പോണ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച്. പിന്നെ അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, അപ്പോൾ ഗൗരി പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ബാലു ഇപ്പം ചിന്തിക്കണത്, ഞാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ല, അവളുടെ അനിയനും ഭാര്യയും പറഞ്ഞപ്പോൾ അവള് പെട്ടെന്ന് ഓക്കെ പറഞ്ഞു. ഇതല്ലേ നിങ്ങളുടെ പ്രോബ്ലം? ഇതാണോ കാര്യം? പിന്നെ അല്ലാണ്ട് അച്ഛൻ ഇത്രയും പോസസീവ്നെസ് ഉണ്ടായിരുന്നു അച്ഛാ? പിന്നല്ലാതെ ഞാൻ അവളെ പറയാതെ നടന്ന് പറഞ്ഞില്ലേ, അവള് മൈൻഡ് ചെയ്യില്ല. അവൾ അനിയൻ ചെന്ന് പറഞ്ഞപ്പോ പോന്നേറ്റ് ദേഷ്യം വരും. ചേട്ടാ, അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മേരെയും രണ്ടും ഭാഗമായിട്ട് പിരിഞ്ഞിരിക്കല്ലേ, ഇനി ഒന്നിപ്പിക്കണ്ട. അവർ കിടന്ന് അഴികൂടെ പിന്നെ കാണണം നമുക്ക്. വിളിച്ചു അച്ഛൻ വരും. ദേ ബാലു, ബാലു ചേട്ടാ, ചേട്ടോ നിങ്ങൾ പോയിട്ട് നിങ്ങളെ ചേട്ടാ. പ്ലീസ് അച്ഛാ. കോൺക്രീറ്റ് ഉണ്ട്. കോൺക്രീറ്റ് പിന്നെ കോൺക്രീറ്റ് അതിന് ഷൂട്ടിന്റെ ഡേറ്റ് പോലും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും അച്ഛൻ ഉറപ്പിച്ചു ആ ഡേറ്റിലെ കോൺക്രീറ്റ് വരുന്നേന്ന്. ആ ഡേറ്റ് കോൺക്രീറ്റ് കാണാം. ഇതച്ഛന്റെ സ്ഥിരം പരിപാടിയാ. ഞാൻ എത്ര വർഷം കൊണ്ട് കാണുന്നു. എത്ര വർഷം കൊണ്ട് കണ്ടു തുടങ്ങി? കൊറേ വർഷം കൊണ്ട് കാണുന്നതാ. എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ അത് ഏറ്റെടുക്കത്തില്ല. ചുമ്മാ കളിക്കില്ല അച്ഛാ. ഓ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞ് പരാതിയൊന്നും വേണ്ട. ചേട്ടാ, ചേട്ടാ ഈ കളിയാക്കാണ് ചേട്ടാ ചേട്ടാ വിളിച്ച്. മര്യാദക്ക് വരണമെങ്കിൽ വാലു, കുറെ നേരം കൊണ്ട് വിളിക്കണ്ടല്ലോ എല്ലാരും. അങ്ങനെ മര്യാദക്ക് പറ. ഓക്കെ, സക്സസ്. ഡേറ്റ് എന്നാണ് എനിക്ക് ഇവിടെ നേരത്തെ ഇവിടെ സൈറ്റിൽ പറയാനുള്ളത്. ഡേറ്റ് ഒക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാം. അതുപോലെ നമ്മൾ അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരെ വിളിച്ച് ചോദിക്കണം. ആ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ വരണില്ല. ചേട്ടാ ഇതെന്ത് കഷ്ടമാ. എന്തൊരു മാമാ മാമ ഈ വീട്ടിൽ നിന്ന് ഒറ്റ സ്ഥലത്തും പോകാൻ കൊള്ളൂല. നിനക്കറിയില്ല ഇതൊന്നും. ചുമ്മാ മനുഷ്യനെ സമയം കളയാനായിട്ട്. അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ കാര്യം എന്താവും? ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ അടുത്ത് വേറെ കെട്ടാൻ പറ, അമ്മയുടെ അടുത്ത് വേറെ കെട്ടാൻ പറ. എന്തോ നേട്ടാ, എന്തോന്ന്? അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് വേറെ കെട്ട്. നീ ചിരിക്കണം എന്തിന്? ചിരി വരൂലേ? ശ്രീ, അപ്പൊ ശ്രീയും കൂടെ സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. അമ്മേ, അവള് വിളിച്ചായിരുന്നു. അവള് പറഞ്ഞ എന്താന്നറിയോ, നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് എത്തിയാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവരങ്ങ് നോക്കിക്കോളാം. അതെങ്ങനെയാ ശരിയാവണം? അത് ശരിയാവില്ല. അപ്പൊ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ലൈക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് അവര് അയച്ചു തരാം, ഫോണിൽ അയച്ചു തരാം, നിങ്ങൾ അത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യം അയച്ചത് എന്താ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മളെ കുടുംബവും കുടുംബക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തണം. അതെ, നമ്മളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുടുംബ പേരും കൂടെ പറഞ്ഞിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. എന്നാൽ നമുക്കൊരു വെയിറ്റ് ഉണ്ട്. പടവലെന്ന് പടവലൊന്നല്ല, ശൂലംകുടി എന്ന് പറയണം. എന്നാലേ നമുക്കൊരു വെയിറ്റ് കാണൂ. വെയിറ്റ് കൂടിയ കൊളസ്ട്രോൾ കഴിച്ചാ നിലവാരം കുറഞ്ഞ തമാശകൾ നടപ്പ് അടിക്കരുത് കേട്ടാ. നമ്മൾ സംസാരിച്ചോളാം. ഞാൻ മിണ്ടത്തില്ല, നിലവാരമുള്ളവര് പറഞ്ഞാൽ മതി. നമുക്ക് കിട്ടാൻ ആക്കിയെന്നറിയാം. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരട്ടെ, അപ്പം തരാം. ഞാൻ മിണ്ടായിരുന്നോളാം. അച്ഛാ, ഈ ഷോയിന്റെ പേരുണ്ടല്ലോ ലവ് 50+ എന്നാ. അവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് കല്യാണം, പ്രേമിച്ച് കല്യാണം കഴിച്ചവര്, പിന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല്, പിന്നെ എന്ന് തൊട്ടാണ് പ്രേമിച്ച് തുടങ്ങിയത്, പിന്നെ അങ്ങനത്തെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ, പിന്നെ ജീവിതത്തിനെ കുറിച്ച് പറയാം, പിന്നെ ഈ ന്യൂ ജനറേഷൻ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങള്, പിന്നെ അമ്മായിക്ക് ചാൻസ് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് വീട്ടുകാരോട് കൺവേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തുറന്നു പറയാം. അച്ഛനമ്മേനെ കാര്യമൊക്കെ പറയാം. ആ കേശു പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അവനും പോടോന്ന്, എന്നിട്ട് അവന്റെ കഥയൊക്കെ അവിടെ പറയണോന്ന്. ഇനി അവന് പെണ്ണ് കിട്ടണ്ടേ? ഈ സ്വഭാവം വെച്ച് പോവാണെങ്കിൽ അവന് പെണ്ണൊന്നും കിട്ടൂല, എനിക്ക് ഉറപ്പാണ്. ആദ്യം അവന്റെ മൂക്കിന് താഴെയുള്ള ആ പഴുതാര മീശ ഉണ്ടല്ലോ അതൊന്ന് വളരട്ടെ എന്ന് പറ. പിന്നെ അവൻ അങ്ങനെ ആരോടെങ്കിലും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിലേ നമ്മളിവിടെ വീട്ടുകാരുണ്ട്, നമ്മൾ പോയി അവന്റെ വീട്ടിൽ പോയി സംസാരിച്ചോളാം കേട്ടാ. അല്ലെങ്കിൽ വിളിച്ചോണ്ട് വരാനുള്ള ധൈര്യമൊന്നും അവനില്ലമ്മ. ആര് പറഞ്ഞാലും ധൈര്യമില്ലെന്ന്. നാളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മെർലിന്റെ കൈ കയറി പിടിക്കുന്നത്. വിഷയത്തിൽ നിന്ന് ഇങ്ങനെ തെന്നി തെന്നി മാറി മാറി പോണ്. ഓക്കെ, ഞാൻ വിഷയത്തിലോട്ട് വരാം. അച്ഛനും അമ്മയും എന്നാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? അതൊക്കെ പറയണോ അവിടെ? ആ അതൊക്കെ ചോദിക്കും. മറ്റേ പച്ചപ്പട്ട് പാടാ അത് ഞാൻ അവിടെ പറഞ്ഞോ? നമ്മളും കൂടെ ഒന്ന് കേക്കട്ടെ അച്ഛാ, പറ. ആദ്യം കണ്ടുപിട്ടിയ ഞാൻ തന്നെ.
ആദ്യം ഞാൻ ഒരു സന്ധ്യ അമ്പലത്തിൽ അല്ലേ, പാഴൂര് അമ്പലത്തിൽ സന്ധ്യക്ക് പൂജ സമയം ദീപാരാധന സമയത്ത് ചെന്നപ്പോൾ ദീപാരാധന തൊട്ട് മുമ്പേ ചെന്നു. അപ്പോൾ ഇവള് ആ ചുറ്റുവിളക്ക് കത്തിച്ചോണ്ടിരിക്കും. ഒരു പച്ച കഥയൊക്കെ നമുക്ക് അറിയാളിയാ ചുമ്മാ ചേച്ചി അടിച്ചോണ്ട് കഥയല്ല എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ. നെക്സ്റ്റ് ഇവനാ അന്നും ഇവ ഇടയിൽ കയറി വന്ന് നിന്നിട്ട് ഇടയിൽ കയറി വന്ന് നിന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ ഇടയിൽ കയറി നിൽക്കുന്നു, ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നു. അളിയെന്ന് എഴുതി മണല്ലേ അളിയെന്ന് എഴുതി. അവനാ മിണ്ടി പോരുത്, ഞാൻ പറഞ്ഞാള് മിണ്ടരുത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടോട്ടും പോയി. പിന്നെ അവള് സ്നേഹിച്ച് ഇങ്ങനെ കണ്ട്, നമ്മൾ പരസ്പരം കണ്ട്. പിന്നെ ലെറ്റർ ആദ്യം അവൾ ലെറ്റർ തന്ന്, അത് ഞാൻ അവിടെ വരാതെ കൊണ്ട് വെച്ച്. പക്ഷെ ആദ്യത്തെ സംഭവം എന്നറിയാം, വേറെ നല്ല രസമായ സംഭവം. ആദ്യം ഞങ്ങൾ പേര് ചോദിച്ചപ്പോഴേ അവൾക്ക് പേരില്ല പോലും, പേരില്ലെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വിറയിലാത്ത നമ്മൾ നിന്ന് ആരാരും കണ്ടാൽ മാനം പോകുമെന്നാണ് അവൾ ആദ്യം പറഞ്ഞത്. പിന്നെ അവൾ എൻ്റെ അടുത്തൊന്ന് മാറുകയെന്നായി. ഇതൊരു പാട്ടല്ലേ എളിയത്? ഏത് പാട്ട്? ദാസാറ് പാടിയ പാട്ട്. ദാസാറ് പാടിയ പാട്ടാണ്. അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റായത്. ഞാൻ അത് എവിടെ പുറകെ പാടിക്കൊണ്ട് തുടങ്ങി. ആദ്യത്തെ നോട്ടത്തിൽ കാലടി കണ്ടു, അടുത്ത നോട്ടത്തിൽ ഞൊറിവയർ കണ്ടു, ആരോരും പുണരാത്ത പൂമൊട്ടും കണ്ടു, പിന്നത്തെ നോട്ടത്തിൽ കണ്ണിൽ കൊണ്ടു. ഇങ്ങനെ ഒരു പാട്ടായിരുന്നു, പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഒരുപാട് പ്രാവശ്യം എൻ്റെ മാമ വിലക്കേണ്ടത് മേലെ ഇങ്ങനത്തെ പാട്ട് പാടിക്കൊണ്ട് എനിക്ക് വിവരമില്ല. സാഹിത്യപരമായിട്ട് പാട്ടാണല്ലോ ഇത്. അങ്ങനെ അപ്പൊ എന്നിട്ട് ആ ലെറ്റർ എവിടെ എനിക്ക് ലെറ്റർ തന്നു, ആദ്യത്തെ ലെറ്റർ തന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ച് ഇടയ്ക്ക് ഞാൻ അത് എടുത്ത്, അതാണ് പ്രശ്നമായത്. എല്ലാവരും ഞാൻ കാണിച്ചു. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ ബാലു. അന്ന് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അവളുടെ എല്ലാവർക്കും കൊടുത്തേക്കുന്നു. ചേട്ടാ എന്റെ ഒരു ഫോട്ടോ കോപ്പി കൂടെ തരുമോ? ഞാൻ തരാം, വായിക്കാൻ തരാം. പിന്നെ അതിലുള്ള ഉള്ളടക്കം എന്നറിയാം, രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. എവളുടെ ആഗ്രഹങ്ങൾ. അതായത് എവളുടെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടിയിട്ട് രണ്ടാമത് അവര് ആ വഴക്കൊക്കെ മറന്നൊരു സ്നേഹമുണ്ട് രണ്ടുപേരും കൂടെ. അതുപോലെ അവർക്ക് സ്നേഹിക്കണം. അതുകൊണ്ട് നമ്മളൊപ്പം വഴക്ക് കൂടിപ്പിക്കും, എന്നിട്ട് അതുപോലെ സ്നേഹിക്കണം. അങ്ങനെ ഭയങ്കര ആഗ്രഹം. അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. പാടാ അവിടുന്ന്. പിന്നെ ഇവനെ അറിയിച്ചിട്ടാണ് നമ്മൾ പ്രേമിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവര് ഒളിച്ചുകളി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എണ്ണിപ്പിക്കും. കുറെ നേരം കാണില്ല. എനിക്കറിയാം അവിടെ പോകണം. നമുക്ക് വഴക്കുണ്ടാക്കാം. എന്നിട്ടാണ് ചെലവെടുത്ത് എന്റെ തലക്ക് അടിക്കാൻ വേണ്ടി പോക്കോണം അവിടുന്ന്. ആ കത്തിന്റെ അതിനെ വിട്ടേ കേട്ടോ. ഞാൻ പറയാം, അത് നല്ല രസമാണ്. ഇപ്പഴേ പറഞ്ഞേക്കാം, ഞാൻ ഇല്ല. പറയാതമ്മ അലമ്പാക്കൂന്നേ. ചുമ്മാരി രസമല്ലേ? രസമൊക്കെയാണ് അമ്മ. രസം സിമ്പിൾ അമ്മ. അടുത്തത് ന്യൂജൻ ലവ് സ്റ്റോറി, അമ്മായിയുടെ കുട്ടുമാമന്റെയും. അത് പറയാം. നെക്സ്റ്റ് അത് മതി. അടുത്ത് നിങ്ങൾ പ്രേമിച്ച് കെട്ടിയല്ലേ? പറയട്ടെ, പറയാൻ സമ്മതിക്കൂല. കുറെ നൊസ്റ്റാൾജിയ പറയാനുണ്ട്. നമുക്ക് കേൾക്കാം. അടുത്ത് വേറെ അത് കഴിഞ്ഞ് ഇനി അടുത്തത് അമ്മായിയുടെ കഥ. ഞാൻ പറയാം. എന്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെ കാര്യം അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. അടുത്തെന്താണ്? അടുത്തെന്താ? പാറുക്കുട്ടിക്കുള്ള ചോദ്യം. പാറുക്കുട്ടിയോട് അവര് ചോദിക്കും അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണെന്ന്. അപ്പൊ എന്തു പറയും? അച്ഛൻ അമ്മ ഉമ്മ കെട്ടിപ്പിടിക്കും. ആറ് നിർത്തിക്കോട്ടാ. എന്നാ പിന്നെ അമ്മ തിരിച്ചു ഉമ്മോക്കുന്ന പറയാം. ഈ പരിപാടി കൊച്ചു കുട്ടികൾ കാണുന്ന ഇതൊക്കെയാണ്. ഇതൊന്നും അവിടെ പോയി പറയാൻ പാടില്ല. ലച്ചു ഒരു കാര്യം ചെയ്യ്, ആ കൊച്ചിനടുത്ത് വിളിച്ച് പറഞ്ഞേക്ക് നമ്മള് വരണില്ല. ഇത് ശരിയാവുന്നില്ല. നിങ്ങളുടെ അച്ഛന്റെ വാ ഞാൻ എങ്ങനെയും അടയ്ക്കാം, ഇതിന്റെ വാ അടയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കൊച്ചല്ലേ അമ്മ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കൊച്ചേ അവരോരോന്ന് ചോദിക്കും, അതിനിങ്ങനെ ഓരോന്നോ പറഞ്ഞിരിക്കും. അതിനനുസരിച്ച് കയറി ഇത് വീണ്ടും പറയും, അവർ വീണ്ടും ചോദിക്കും. ഇങ്ങനെ ചോദ്യം മുറുകി അവസാനം നമ്മൾ നാറും, അവർ കയറും. ചേച്ചി എന്റെ അച്ഛനും അമ്മയും എന്റെ ഗൗരി അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ ഇതൊക്കെ ചാനലിൽ ചെന്നാണോ പറയണേ? എന്ത് നാണക്കേടാണ്. അതിനെന്തായാലും നമ്മൾ നേരിട്ട് പോയി അച്ഛനമ്മയെ. അവൾ ഉദ്ദേശിക്കുന്നത് പല ചാനലിൽ ഇങ്ങനെ പറഞ്ഞ് പിരിഞ്ഞിരിക്കുന്ന അവരൊക്കെ ഒന്നായിട്ടുണ്ട്. അത് അവൾക്കൊരു ചാൻസ് ഇതാണ്. അതുകൊണ്ടാണ് അവൾ പറയണത്. പറയട്ടെ. എന്റെ ബാലു അതല്ല ഞാൻ പറഞ്ഞത്. ചാനലിൽ ചെന്ന് പറഞ്ഞ് നാറിനേക്കാളും നല്ലത് നമ്മൾ ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മയോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അന്വേഷിക്കുന്നു, എന്നിട്ട് അത് സോൾവ് ചെയ്യുന്നു. അതല്ലേ നല്ലത്. അത് ഇവനെ കൊണ്ടുപോകാൻ സമ്മതിക്കണ്ടേ? അവര് വോട്ടിക്കവന്. അതന്നെ പറഞ്ഞ കേക്കണ്ടേ? കേൾക്കാറില്ലല്ലോ, അതാണ് പ്രശ്നം. അത് കേൾക്കണം, ശ്രമിക്കണം. ശ്രമിച്ചില്ലല്ലോ ഇതുവരെ. എത്ര തവണ ചേച്ചി? നിനക്കുള്ള അവസരം തരാം, നീ വിഷമിക്കണ്ട, തരാം. കാരണം നീ എന്നെ ആദ്യം പറഞ്ഞു, രണ്ടാമത് ഞാൻ പറയുള്ളൂ. ഞാൻ വരണില്ല. എങ്ങനെ എന്തോന്ന് വരലെന്ന്
ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആരും പോണില്ല, ഇവിടെ ക്ലോസ് ചെയ്യണം. വേറെ പണിയൊന്നുമില്ലേ, ഒരുപാട് പണിയുള്ളത് അടുക്കളയിൽ. ആ സമയത്ത് ഇവിടെ വന്നിരുന്നിട്ട് എന്റെ ഒരു ഇതൊക്കെ എന്താ ഈ കുട്ടമ്പിള്ളരെ മോളെ ഈ ചാനൽ പരിപാടി നടന്നെങ്കിൽ എനിക്ക് അതിലൂടെ വിളിച്ച് പറഞ്ഞുകൂടെ എനിക്ക് ഇന്നുവരെ നിന്റെ വസ്തു എഴുതി തന്നിട്ടില്ലെന്ന്. ഹലോ ചേട്ടാ, ഞാൻ അവിടെ ചെന്നിട്ട് കുട്ടമ്പയുടെ മോളേന്ന് വിളിക്കും നിങ്ങൾ. എന്നിട്ട് നാട്ടുകാർ മൊത്തം എന്നെ കാണുമ്പോൾ വിളിക്കട്ടെ കുട്ടമ്പയുടെ മോളേന്ന്. ഉണ്ടായിരുന്നോ? ഞാൻ വരണില്ല. കുട്ടമ്പിള്ളരെ മോള് നാട്ടുകാർ വിളിക്കണ അവർക്ക് അയ്യം പോലെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.